ദ്രോണർ സേനാനായകനായതിനു ശേഷം അദ്ദേഹം കൗരവ സൈന്യത്തിനു വേണ്ടി ശകടവ്യൂഹമാണ് നിർമ്മിച്ചത്. രണ്ടു സൈന്യങ്ങളുടെയും അഗ്രഭാഗത്ത് അർജുനനും കർണനും നിലയുറപ്പിച്ചു. യുദ്ധത്തിന് തുടക്കമിട്ടപ്പോൾ ദ്രോണർ മുന്നിലെത്തി. അപ്പോൾ പല ദുശ്ശകുനങ്ങളും ഉണ്ടായി. അവയെല്ലാം അവഗണിച്ചുകൊണ്ട് ദ്രോണർ പാണ്ഡവപ്പടയിൽ കടന്നുകയറി വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പല ദിവ്യാസ്ത്രങ്ങളും ഉപയോഗിച്ച് ദ്രോണാചാര്യർ പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കുവാൻ തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ മറ്റു മഹാരഥന്മാരോടുകൂടിയെത്തി ദ്രോണാചാര്യരെ തടഞ്ഞു നിർത്തി. തീക്ഷ്ണങ്ങളായ ബാണങ്ങൾ ഉപയോഗിച്ച് ദൃഷ്ടദ്യുമ്നൻ കൗരവ സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ തുടങ്ങി. അത് കണ്ട് ദ്രോണർ വീണ്ടും ശക്തമായി തന്നെ പാണ്ഡവപ്പടയെ എതിരിടുന്നു. ദ്രോണരുടെ പരാക്രമങ്ങൾ കണ്ട് പാണ്ഡവർക്ക് പരിഭ്രമം ഉണ്ടായി തുടങ്ങി. യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുമ്നനെയും അർജുനനെയും വിളിച്ച് ഉറക്കെ പറയുന്നു, നിങ്ങളെല്ലാ ശക്തിയും ഉപയോഗിച്ച് ദ്രോണാചാര്യരെ എതിർക്കൂ. പാണ്ഡവരെല്ലാം ഒന്നിച്ച് എതിർത്തിട്ടും ദ്രോണാചാര്യരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നേയില്ല.